ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കാസർഗോഡും ദേശീയപാത 66-ലും വിള്ളലുണ്ടായിരിക്കുന്നു. 53 മീറ്റർ നീളത്തിലും 4.10 മീറ്റർ വീതിയുമാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രനുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. അർച്ചന, ചാവക്കാടുള്ളതുപോലെ തന്നെ ഏകദേശം സമാനമായ രീതിയിലുള്ള വിള്ളലാണ് കാസർഗോഡും രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വിള്ളൽ രൂപപ്പെട്ട സ്ഥലത്താണോ ഇന്നും വിള്ളൽ കണ്ടിരിക്കുന്നത്? അർച്ചന. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ അത്തരത്തിൽ സർവീസ് റോഡും തകർന്നതാണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ കാണിക്കാനുള്ളത് ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതാണ്. ഇന്നലെ രാത്രിയോടെ ഉണ്ടായ വിള്ളലാണ് ഈ കാണുന്നത്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ എത്തി ഇവിടെ ഒരു അവലോകന യോഗം അടക്കം നടത്തിയിരുന്നു, ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. 53 മീറ്റർ നീളത്തിലും അതേപോലെ 4.10 മീറ്റർ വീതിയിലുമാണ് ഈ വിള്ളൽ ഉള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ദേശീയപാതയുടെ നടുള്ള ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗതാഗത നിയന്ത്രണത്തിലടക്കം ഒരു ഇതുണ്ട് എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ വാഹനങ്ങൾ മാത്രമേ കയറ്റി വിടുന്നുള്ളൂ. എന്തായാലും അത്തരത്തിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു കാസർഗോട്ടെ ഈ ഒരു ദേശീയപാതയിലും ഉള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇത്തരത്തിൽ ഇന്നലെ ചെറുവത്തൂരും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ഭാഗങ്ങളെല്ലാം ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ സർവീസ് റോഡ് തകർന്നതുമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ആസ്പദമായിട്ടാണ് ഇത്തരത്തിലൊരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് അപ്പുറത്തുള്ള പ്രദേശത്താണ് ഇന്നലെ നമ്മൾ സർവീസ് റോഡ് തകർന്നത്. എന്നാൽ ഇന്നുള്ളത് വിള്ളൽ എന്നുള്ളതാണ്.